പുതുവർഷത്തിൽ തന്നെ പുതിയ ഇടിച്ചക്ക പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ചക്ക മുറിച്ച് തീരെ പരിചയമില്ലാത്തവർക്കും ഈ രീതിയിൽ എളുപ്പത്തിൽ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചക്കയുടെ തോല് കളയുന്നില്ല. ഇതുപോലെ മുറിച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ ചക്കപ്പശ ഒരു കടലാസ് ഉപയോഗിച്ച് നമുക്ക് തുടച്ചു മാറ്റാം. മുഴുവൻ പീസുകളും ഇതുപോലെ മുറിച്ചെടുക്കാം. അതിനുശേഷം ഒരു കുക്കറിൽ 1/4 കപ്പ് വെള്ളമൊഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർക്കുക. മഞ്ഞളും ഈ സമയത്താണ് ചേർക്കേണ്ടത്. ഞാൻ മറന്നുപോയതുകൊണ്ട് അവസാനമാണ് ചേർത്തിരിക്കുന്നത്. എല്ലാ ചക്കയുടെ പീസും ഇതിലേക്ക് ഇട്ട് കുക്കർ അടച്ചു വെച്ച് വെയിറ്റിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. കുക്കർ തുറന്ന് ചക്കയുടെ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം അതിൻ്റെ തോല് കത്തി കൊണ്ട് ഇതുപോലെ മുറിച്ച് മാറ്റിയെടുക്കാം. തോല് കളഞ്ഞതിന് ശേഷം എല്ലാ കഷ്ണങ്ങളും കൈകൊണ്ട് ഇതുപോലെ ഉടച്ചെടുക്കാം. എല്ലാം ഉടച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിനെ നല്ലൊരു വറവിടാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അടച്ചു വെച്ച് കടുക് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില പാകമായി വരുമ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി കൂട്ടി പൊടിച്ച ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചിരകിയ തേങ്ങ ഇട്ട് നല്ലതുപോലെ ഇളക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ച ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് തുറന്നു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഇടിച്ചക്ക തോരൻ റെഡിയായിട്ടുണ്ട്.